നമസ്കാരം. മറ്റൊരു സ്വാതന്ത്ര്യദിനം കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ദേശീയ പതാക ഉയർത്തുന്നതും ഉപയോഗിക്കുന്നതും സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില നിയമവശങ്ങളുണ്ട്. 2002 നിലവിൽ വന്ന ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ, അതിലാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദമാക്കുന്നത്. ഈ നിയമം 2021 22 ഭേദഗതി ചെയ്യുകയുണ്ടായി. ഫ്ലാഗ് കോഡ് വരുന്നതിന് മുൻപ് 2 നിയമങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. അതിലൊന്ന് എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് 1950. അതുപോലെ മറ്റൊരു നിയമം ദി പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് 1971. ഈ 2 നിയമങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് നാഷണൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഫ്ലാഗ് കോഡിൽ 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാം ഭാഗത്ത് ദേശീയ പതാക നിർമ്മിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. രണ്ടാം ഭാഗത്ത് പൊതുസ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങൾ ദേശീയ പതാക ഉയർത്തുമ്പോഴും പ്രദർശിപ്പിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് രണ്ടാം ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും അവയുടെ ഏജൻസികളും ദേശീയ പതാക ഉയർത്തുമ്പോഴും പ്രദർശിപ്പിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് മൂന്നാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ദേശീയ പതാക ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. കോട്ടൺ, പോളിസ്റ്റർ, സിൽക്ക്, കമ്പിളി, ഖാദി തുടങ്ങിയ തുണിത്തരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ദേശീയ പതാക നിർമ്മിക്കാം. ഇത് മെഷീനിൽ നിർമ്മിച്ചതോ കൈകൊണ്ട് നെയ്തതോ ആകാം. മറ്റൊരു വിഷയം, വീടുകളിലും തുറസായ സ്ഥലങ്ങളിലും ദേശീയ പതാക പ്രദർശിപ്പിക്കാമോ, അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ദേശീയ പതാക പ്രദർശിപ്പിക്കാമോ എന്നുള്ളതാണ്. മുൻപ് സൂര്യാസ്തമയത്തിന് ശേഷം ദേശീയ പതാക പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് വ്യവസ്ഥയെങ്കിൽ 2022 ഹർ ഘർ തിരങ്ക ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഭേദഗതിയിലൂടെ ഇതിലൊരു മാറ്റമുണ്ടായി. അതനുസരിച്ചിട്ട് വീടുകളിലും തുറസായ സ്ഥലങ്ങളിലും ദേശീയ പതാക പ്രദർശിപ്പിക്കാമെന്ന് മാത്രമല്ല, അത് രാത്രികാലങ്ങളിലും ആകാവുന്നതാണ്. അതാണ് ശ്രദ്ധേയമായൊരു മാറ്റം. ദേശീയ പതാകയ്ക്ക് വലിപ്പം എങ്ങനെയാവണം? ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ദേശീയ പതാക ആകാം. പക്ഷേ അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 എന്ന അനുപാതത്തിലായിരിക്കും. ഒപ്പം പതാക ദീർഘചതുരാകൃതിയിലായിരിക്കുകയും വേണം. അതുപോലെ തന്നെ പതാക പ്രദർശിപ്പിക്കുമ്പോൾ ആദരവോടെയും വ്യക്തതയോടെയും വേണം പ്രദർശിപ്പിക്കാൻ. കേടുപാടുള്ളതോ മുഷിഞ്ഞതോ കീറിയതോ ആയ പതാകകൾ പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ മറ്റേതെങ്കിലും പതാകയോടൊപ്പം ദേശീയ പതാകയും ഒരേ കൊടിമരത്തിൽ ഒരേ സമയം പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല. തലതിരിഞ്ഞ രീതിയിൽ ദേശീയ പതാക പ്രദർശിപ്പിക്കുകയും അരുത്. തോരണം, റോസറ്റ് തുടങ്ങിയ അലങ്കാര രീതിയിൽ ദേശീയ പതാക ഉപയോഗിക്കാൻ പാടില്ല. പതാക തറയിലോ നിലത്ത് തൊടുന്ന രീതിയിലോ അനുവദിക്കാൻ പാടുള്ളതല്ല. പതാകയിൽ എഴുത്തുകൾ പാടില്ല. ചിലപ്പോൾ നമുക്ക് ദേശീയ പതാക വീടിൻ്റെ മുൻവശത്തോ ജനൽ പാളിയിലോ എല്ലാം തിരശ്ചീനമായി, അതായത് ഹൊറിസോണ്ടലായി കെട്ടേണ്ടി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ കുങ്കുമവർണ്ണം ഉണ്ടല്ലോ, അത് മുകൾ ഭാഗത്ത് വരണം. അതായത് ജനൽ കമ്പിയിലാണെങ്കിൽ ജനൽ കമ്പിയോട് ചേർന്ന് വരേണ്ടത് കുങ്കുമവർണ്ണമായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തല തിരിച്ച് കെട്ടാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആഘോഷങ്ങൾ കഴിഞ്ഞ ശേഷം ദേശീയ പതാകയോട് അനാദരം ഉണ്ടാകും വിധം വലിച്ചെറിയപ്പെടാതെ അത് കൃത്യമായി സൂക്ഷിക്കാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ദേശീയ പതാക ഏതെല്ലാം വാഹനങ്ങളിൽ ഉപയോഗിക്കാം? വിശിഷ്ട വ്യക്തികളായ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ ഇവർക്കെല്ലാം ദേശീയ പതാക അവരുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് മറ്റു വാഹനങ്ങളിൽ ദേശീയ പതാക ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റേതെങ്കിലും പതാക ദേശീയ പതാകയ്ക്ക് മുകളിലായോ അരികിലായോ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതിരുന്നാൽ എന്തായിരിക്കും പരിണിതഫലം? 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ദേശീയ പതാകയോടുള്ള അനാദരവ്. അപ്പോൾ ഇത്തവണ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ
ഇക്കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതുക. എല്ലാവർക്കും കേരള നിയമസഭയുടെ സ്വാതന്ത്ര്യദിനാശംസകൾ.